ഒരു ഭരണാധികാരി നാട്ടിലെ സ്വദേശികൾക്കും പ്രവാസികൾക്കും താമസക്കാർക്കുമെല്ലാം ആത്മവിശ്വാസം പകർന്നു നൽകുന്നതിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണത്തിൻ്റെ വാക്കുകൾ ഇതാ UAE പ്രസിഡന്റ് ഇന്ന് ആശുപത്രിയിൽ പോയി പരിക്ക് പറ്റിയ 5 പേരെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ച ശേഷം രാഷ്ട്രത്തോട് നടത്തിയ അഭിസംബോധനയിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 5 ملك يورو في الأحداث اللي صارت 5 مدنيين 2 إماراتي 1 هندي 1 سوداني 1 إيراني هذول كلهم أمانة في الرقبة إن شاء الله بيظهرون سالمين غانمين إن شاء الله. ഇന്ന് പരിക്ക് പറ്റിയവരിൽ 2 സ്വദേശികളുണ്ട്, ഒരു ഇന്ത്യക്കാരനുമുണ്ട്. അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം പ്രസിഡന്റ് എന്ന രൂപത്തിൽ എൻ്റെ ചുമലിലാണ്. ഒരു രാജ്യമെന്ന രൂപത്തിൽ UAE ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വളരെ വ്യക്തമായി പ്രസിഡന്റ് സന്ദേശത്തിൽ പറയുന്നു. UAEക്ക് നല്ല കട്ടിയുള്ള ചർമ്മമുണ്ട്, കഠിനമായ ഉള്ളുണ്ട്, നല്ല ആത്മാവുണ്ട്. UAE കാണുന്ന രീതി നോക്കി, അപ്പിയറൻസ് നോക്കിയിട്ട് ആരും വിലയിരുത്തി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തവും ശക്തവുമായ ഭാഷയിൽ UAE പ്രസിഡന്റ് ഇന്ന് രാഷ്ട്രത്തോട് പറയുകയാണ്. UAEയിൽ വളരെയധികം കൂറുള്ള ഒരു ജനതയാണ്, രാഷ്ട്രത്തോട് കൂറുള്ള ജനത. താമസിക്കുന്നവരെല്ലാം അത്തരത്തിൽ സഹകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ UAE ദൃഢമാണ്, സ്ട്രോങ് ആണ്. മിലിറ്ററി വളരെ ശക്തമാണ്. സെക്യൂരിറ്റിയുടെ എല്ലാ സെക്ടറുകളും വളരെ ഫലപ്രദമായി ഒരു യുദ്ധമുഖത്തിൽ നേരിടുകയാണ് ശത്രുവിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE പ്രസിഡന്റ് ഇന്ന് ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ നമുക്ക് നൽകിയത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകാം, അത് ആളുകൾ ക്ഷമിക്കുകയും ചെയ്യും എന്നൊരു വിശ്വാസം കൂടി അദ്ദേഹം പ്രകാശിപ്പിച്ചു. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന മനോഹരമായ രാജ്യം സ്വദേശികൾക്കും അതുപോലെ പ്രവാസികൾക്കും ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്ന അർത്ഥത്തിൽ, റെസ്പോൺസിബിളായിട്ടുള്ള രാജ്യമാണ് എന്ന അർത്ഥത്തിലും അദ്ദേഹം ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ വ്യക്തമാക്കി. ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് രാവിലെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയോട് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് ഇനി ആക്രമിക്കില്ല, നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്ന് വൈകുന്നേരം 7 മണിക്കും മറ്റും വീണ്ടും ശബ്ദം കേട്ടു, ഇൻ്റർസെപ്റ്റ് ചെയ്തു, വന്ന മിസൈലുകളെ തകർത്തെറിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പറയുന്ന വാക്ക് പ്രവൃത്തി തമ്മിൽ ബന്ധവും വ്യത്യാസവും എന്തൊക്കെയാണെന്ന് ഓരോരുത്തരും ചോദിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് UAE പ്രസിഡൻ്റിൻ്റെ വാക്കുകളെ നമ്മൾ ശിരസ്സാ വഹിച്ചുകൊണ്ട് ആത്മവിശ്വാസം ഉള്ളവരായി നിലകൊള്ളേണ്ടതെന്ന കാര്യം ഞങ്ങളും ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും വന്ന മിസൈലുകളൊക്കെ സന്ധിക്കാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും നിർവീര്യമാക്കിയതിൻ്റെ വാർത്തയും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ പ്രസിഡൻ്റാണെന്ന് ക്ഷമാപണം നടത്തിക്കൊണ്ട് രാവിലെ പറഞ്ഞത്, ഇറാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. വൈകുന്നേരമായപ്പോൾ ഇറാൻ്റെ ജുഡീഷ്യറി മേധാവി പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും അയൽ രാജ്യം ശത്രുവിന് ജിയോഗ്രഫിക്കലി അഭയം കൊടുക്കുന്ന വിധത്തിൽ സഹായം ചെയ്തു കൊടുത്താൽ അവർക്ക് നേരെ ഇപ്പോഴെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആക്രമണം തുടരുക തന്നെ ചെയ്യും എന്നൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ജുഡീഷ്യറിയുടെ മേധാവി പറയുന്നത്, ചില ശത്രു രാജ്യങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് അയൽ രാജ്യങ്ങൾ പെരുമാറുന്നതായി ഇറാൻ്റെ ആർമിക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് ഗുലാം ഹുസൈൻ മഹ്സനി എജയ് എന്ന് പറയുന്ന ഈ പുതിയ ഇടക്കാല സമിതിയിലെ അംഗം കൂടിയായിട്ടുള്ള ജുഡീഷ്യറി മേധാവി പറഞ്ഞിരിക്കുന്നത്. ഖത്തറിലും അതിശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്നും ഖത്തറിൻ്റെ മിസൈൽ പ്രതിരോധ സിസ്റ്റം ഇൻ്റർസെപ്റ്റ് ചെയ്ത് കീഴടക്കിയെന്നും റിപ്പോർട്ടുകൾ വരികയാണ്. മാത്രമല്ല ഖത്തറിലെ പ്രധാനപ്പെട്ട ദോഹ എയർപോർട്ട്, ആ എയർപോർട്ടിൽ ഇപ്പോൾ എയർ സ്പേസ് അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയതായി വളരെ താൽക്കാലികമായിട്ട് എയർ സ്പേസ് അടച്ചു എന്ന് വാർത്ത വന്നു. അതേ തുടർന്ന് എയർപോർട്ടിലേക്ക് ആരും വരേണ്ടതില്ല എന്ന് എയർപോർട്ട് അതോറിറ്റിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം UAEയിൽ ഇന്ന് ഉച്ചയോടുകൂടി എയർ സ്പേസുകൾ സജീവമായി തുറക്കുകയും വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് ഭാഗികമായിട്ടാണെങ്കിലും ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ ആരംഭിക്കുകയും ചെയ്തതിൻ്റെ നല്ല വാർത്തയും നമ്മൾ കേട്ടതാണ്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇറാനുമേൽ ഇതുവരെ ചെയ്തതുപോലല്ല, അതിശക്തമായ പ്രഹരമായിരിക്കും ഇനി ഉണ്ടാവുക. ഇതുവരെ ചെയ്ത കേന്ദ്രങ്ങളിലല്ല, കൂടുതൽ സൈറ്റുകളിലേക്കും ടാർഗറ്റുകളിലേക്കും ആക്രമിക്കും എന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ് വരുന്ന 24 മണിക്കൂറിനിടയിൽ
പുതിയ പരമോന്നത മേധാവിയെ അന്തിമമായി കണ്ടെത്തി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള അസംബ്ലി യോഗം നടക്കും എന്നാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഈ ആക്രമണം അവസാനിപ്പിക്കില്ല, UN സുരക്ഷാ കൗൺസിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം ശത്രുക്കൾ നിർത്തണം, ഇതല്ലാതെ കണ്ട് കോംപ്രമൈസ് ഇല്ല എന്ന മട്ടിൽ രാത്രിയും ഇറാൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകൾ വന്നതായി റിപ്പോർട്ടുകൾ പറയുകയാണ്. എന്താണെങ്കിലും ഇന്ന് 8-ാം ദിവസം മാർച്ച് 7-ാം തീയതി ഉച്ചയോടുകൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളോട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾക്കുണ്ടായിരിക്കുന്ന വർദ്ധിച്ച ഒരു ആത്മവിശ്വാസവും ആശങ്ക അകന്നുപോയ സാഹചര്യവും സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നൊരു തോന്നലും വിമാനങ്ങൾ പറക്കുന്നതിൻ്റെ ആ ഒരു രമ്പലുമൊക്കെ വന്നപ്പോൾ പൊതുവെ ഒരു ആശ്വാസം വന്നതാണ്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി വീണ്ടും മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ശബ്ദങ്ങൾ കൂടി കേട്ടപ്പോൾ എന്താണ് വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുന്നല്ലോ എന്ന ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. നീ ഏതെങ്കിലും നിഴലുകളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്നുപോലും സംശയിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി കേട്ടതുപോലെ ഈ അയൽ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം ഉണ്ടാകില്ല എന്ന ഇറാൻ്റെ നിലപാട് വാസ്തവമുള്ളതാണെങ്കിൽ, ആർജവമുള്ളതാണെങ്കിൽ, അത് നല്ല ശാന്തിയിലേക്ക് പോകുന്ന ഈ അന്തരീക്ഷം വളരെയധികം വ്യക്തമായും മുന്നോട്ട് പുരോഗമനപരമായി പോകാൻ പറ്റുന്നൊരു സാഹചര്യം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതനുസരിച്ച് ആളുകളുടെ പ്രതീക്ഷ തിളക്കം വർദ്ധിച്ചിട്ടുണ്ട്. അത്തരമൊരു സമാധാന രാവാകട്ടെ ഇന്നത്തേത് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent a Car, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.